കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങളിൽ ആധുനിക ബസ്സുകൾ വാങ്ങാനുള്ള കേന്ദ്ര പദ്ധതി നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയതായി കേന്ദ്ര സർക്കാർ. കേന്ദ്രവിഹിതമായി 21 കോടി രൂപ നൽകിയിട്ടും ബസ്സുകൾ വാങ്ങുന്നതിൽ കേരളം ഏറെ പിന്നിലാണെന്ന് കേന്ദ്ര നഗരവികസന മന്ത്രാലയം അറിയിച്ചു. ഡിസംബറിനകം ബസ്സുകൾ നിരത്തിലിറക്കിയില്ലെങ്കിൽ ശേഷിച്ച തുക നൽകാൻ കഴിയില്ല എന്ന് മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ജനുവരിയിൽ പ്രഖ്യാപിച്ച സാമ്പത്തിക ഉത്തേജക പാക്കേജിന്റെ ഭാഗമായാണ് കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങൾക്ക് ആധുനിക ബസ്സുകൾ വാങ്ങാൻ കേന്ദ്രം പണം അനുവദിച്ചത്. കൊച്ചിയിൽ 50 AC ലോ ഫ്ലോർ ബസ്സുകളടക്കം 200 ബസ്സുകളും തിരുവനന്തപുരത്ത് 150 ബസ്സുകളും വാങ്ങാനായിരുന്നു നിർദ്ദേശം. 53 കോടി രൂപയാണ് ആകെ ചെലവ്. ഇതിൽ 42 കോടി കേന്ദ്രം നൽകും. ജവഹർലാൽ നെഹ്റു നഗര പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെട്ട മറ്റ് 59 നഗരങ്ങൾക്കൊപ്പമാണ് കൊച്ചിയുടെയും തിരുവനന്തപുരത്തിന്റെയും പദ്ധതി കേന്ദ്രം അംഗീകരിച്ചത്. മറ്റ് നഗരങ്ങളെല്ലാം ഡിസംബറോടെ ബസ്സുകൾ നിരത്തിലിറക്കാൻ തയ്യാറാകുമ്പോൾ കേരളം മാത്രം കൂടുതൽ സമയം ആവശ്യപ്പെടുകയാണ്. മറ്റ് പല സ്റ്റേറ്റുകളും നവംബർ, ഡിസംബർ ആകുമ്പോഴേക്കും ഡെലിവറി എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഷെഡ്യൂളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം അത് ഡിസംബറിന് അപ്പുറം പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. പുതിയ ബസ് സർവീസ് കാര്യക്ഷമമായി നടത്തുന്നതിനായി രൂപീകരിക്കേണ്ട പ്രത്യേക സംവിധാനം, ഹെൽപ്പ് ലൈൻ തുടങ്ങിയവയും കേരളത്തിൽ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഒരു മാസത്തിനകം ഇക്കാര്യങ്ങളിൽ മന്ത്രിസഭാ തീരുമാനം ഉണ്ടാകുമെന്നാണ് സംസ്ഥാന ഗതാഗത സെക്രട്ടറി കേന്ദ്രത്തിന് നൽകിയ ഉറപ്പ്. ഇത് പാലിച്ചില്ലെങ്കിൽ നഗരഗതാഗതം മെച്ചപ്പെടുത്താനുള്ള ഈ സുപ്രധാന പദ്ധതി കേരളത്തിന് നഷ്ടപ്പെട്ടേക്കും. ബിനു അരവിന്ദൻ, മനോരമ ന്യൂസ്, ഡൽഹി.